നമസ്കാരം. നമസ്കാരം. ഇതെന്താ ഇത്? ഇത് കരിയിഞ്ചി എന്ന് പറയും. കരിയിഞ്ചി എന്താ ഇത് ഒരു ഗുണം? ഇത് മരുന്നിനാണെന്നാണ് പറയപ്പെടുന്നത്. ഇതിന് നല്ല വില കിട്ടും എന്ന് പറഞ്ഞു നട്ട് വെച്ചേക്കുന്നതാണ്. അത് ശരി. മറ്റിഞ്ചി പോലെ തന്നെയാണോ അത്? മറ്റിഞ്ചി പോലെയല്ല, ഇതിനകത്ത് ഒരു വയലറ്റ് കളറായി ഇഞ്ചിക്ക്. ഒന്ന് നമുക്കൊന്ന് പറിച്ചു നോക്കാം. ആയി വരുന്നുള്ളൂ അല്ലേ? ആയി വരുന്നുള്ളൂ. ഇത് കണ്ടോ, മറ്റേ ഇഞ്ചിയുടെ കളറല്ലേ? അല്ല. ഇത് നമുക്ക് മറ്റേ ഇഞ്ചിയുടെ ഉപയോഗമൊക്കെ നടക്കുമോ? ഇത് മരുന്നിനാണ് ഇത് മെയിനായിട്ട്. നമ്മൾ കറിക്കകത്തൊന്നും ഇടാറില്ല. കറിക്കകത്തിടാറില്ല. അത് ശരി. വയലറ്റ് കളറ്. വയലറ്റ് കളറ്. അപ്പൊ ഇത് എവിടെന്നാ താങ്കൾ വാങ്ങിച്ചത്? ഇത് എനിക്ക് നേരത്തെ അമ്മച്ചിക്ക് ഇത് പച്ച മരുന്നിന്റെ ഇതുണ്ട്, അമ്മച്ചിയുടെ അടുത്ത് കിട്ടിയതാ. അത് ശരി. ഇതിപ്പോ നട്ടിട്ട് എത്ര നാളായി? ഇത് നട്ടിട്ട് ഇപ്പൊ 1 വർഷം കഴിഞ്ഞത്. അപ്പൊ ഇത് ഔഷധക്കൂട്ടുകളിൽ ചേർക്കുന്ന ഒരു ഇഞ്ചിയാണ് അല്ലേ? കരിയിഞ്ചി എന്ന് പറയുന്നത്. ഇത് സാധാരണ ഇഞ്ചി നടന്ന അത്രയും കാലയളവ് വീണോ ഇത് പറിക്കാനൊക്കെ ആയിട്ട്? 1 വർഷത്തെ മൂപ്പായിരുന്നു വരുന്നത്. ഇത് എത്ര ചുവട് നട്ടതാ? ഇത് ആദ്യം കുറച്ച് കൊണ്ടു നട്ടു, പിന്നെ അതിൽ നിന്ന് പിരിച്ച് വെച്ച് കൂടുതൽ ഉണ്ടാക്കിയതാ. ശരി. അതിന്റെ പൂവാണിതല്ലേ? കുഞ്ഞു പൂ കാണുന്നുണ്ട്. ഇവിടെ എല്ലാം പൂക്കൾ കാണുന്നുണ്ട്. ഉണ്ട്. ഇതിന് കരിയിഞ്ചി എന്നാണ് പറയുന്നത്. കരിയിഞ്ചി. ശരി. ഇത് നടാൻ നോക്കിയാൽ നമ്മൾ എന്തോരം നടണം? നടന്ന ഒരു കുഞ്ഞു കഷ്ണം നട്ടാൽ മതി. നമ്മൾ ഇഞ്ചി നടന്ന ഒരു മുകളം നട്ടാൽ മതി. കച്ചോലം നടന്ന പോലെ, അത് കച്ചോലം മുറിച്ചല്ലേ നടന്നത്, അത് ചെറിയ കഷ്ണം നട്ടാൽ മതി. അപ്പൊ ഇടുക്കിയിലെ പെരിഞ്ഞാങ്കുട്ടി ചെമ്പകപ്പാറയിലെ സണ്ണി കുഞ്ചിറക്കാട്ടിന്റെ കൃഷിയിടത്തിലെ കരിയിഞ്ചിയാണ് പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയത്.